സാർ, ഒരു സംശയം. ഈ കമ്പനിയുടെ ഒരു ഫോർമൽ ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒരു ജോലി. മിസ്റ്റർ കിരൺ പ്രഭാകർ, നിങ്ങൾ ഇപ്പൊ ഈ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ഇന്റർവ്യൂ. ബാക്കി നിങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഓണത്തിന് ഒരു ആനുവലി ഞങ്ങളുടെ കമ്പനി നൽകുന്നൊരു ബോണസ് ഉണ്ട്. അത് നിങ്ങൾക്ക് മിസ്സാവണ്ടെന്ന് കൂടി കരുതിയിട്ടാണ് ഈ പോസ്റ്റിംഗ് പെട്ടെന്നാക്കിയത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അതെ, നീ ആ മീൻകറി ഒന്ന് പാകം നോക്കി തീ ഓഫ് ചെയ്യോ? മീൻകറി ഞാൻ? ഓ, പറയും പോലെ നേരാണല്ലോ. പച്ചിലയും പുല്ലും മാത്രം തിന്നുന്ന നീ എങ്ങനെയാ മീൻകറിയുടെ പാകം നോക്കുന്നത്? ഞാനത് മറന്നു. നീ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് ഗിരി ഓർമ്മ വന്നു. എന്റെ പൊന്നു മോളെ, മനസ്സിൽ സ്നേഹമുള്ളവരല്ലേ അങ്ങനെയൊക്കെ കളിയാക്കൂ. പുറമെ അവൻ എന്തൊക്കെ ജാട കാണിച്ചാലും ഗിരിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമുണ്ട് സുമി. ഉണ്ട്, അതെനിക്ക് ബോധ്യപ്പെട്ടു. അതൊക്കെ എപ്പോ സംഭവിച്ചു? ഇന്നലെ രാത്രി. അമ്പടി കള്ളി, അപ്പൊ അതൊക്കെ സംഭവിച്ചല്ലേ? ഒന്ന് പോടിയോളൂ. ഒരു മണ്ണാങ്കട്ടയും സംഭവിച്ചില്ല. അതൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇന്നലെ രാത്രി എന്താ ഉണ്ടായേ? സുമി, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അത് സമ്മതിക്കാൻ എന്റെ മനസ്സിനെന്തോ പേടിയാ. ശരിക്കും തടിയൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നാ നീ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ടത് ഈ വാക്കുകൾ തന്നെ, അല്ലാതെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഗിരി പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ രണ്ടും പറഞ്ഞത് ഒരാള് തന്നെയാണല്ലോ. അത് ഓർക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. എന്റെ സുമി, ഈ ആണുങ്ങള് രണ്ട് സിറ്റുവേഷനിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഒന്ന്, കള്ളും കുടിച്ച് ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങള്. പിന്നെ ഉറക്കത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നത്. ചിരിക്കൊന്നും വേണ്ട, തമാശയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ അക്കുവിന്റെ കാര്യത്തില് എനിക്ക് എത്രയോ വട്ടം അനുഭവം ഉള്ളതാ. സത്യസന്ധമായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം അക്കു ഏതെങ്കിലും പാർട്ടി കഴിഞ്ഞ് ഫിറ്റ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കും. മണി പോലെ കാര്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടെ ഏതായാലും ഉറങ്ങിക്കിടന്ന ഗിരിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്, എനിക്ക് ഉറപ്പാ. പറയാ മാത്രല്ല, വേറൊരു കാര്യം കൂടി ഉണ്ടായി. എനിക്കൊരു ഗിഫ്റ്റ് തന്നു. പൊളിച്ചു മോളെ. എന്ത് ഗിഫ്റ്റാ? ഡയമണ്ട് റിംഗ് ആണോ? അതൊന്നുമല്ല, പക്ഷേ ഡയമണ്ടോളം വില വരുന്ന ഒരു ഹാൻഡ് ബാഗ്. അതെന്ത് ബാഗാ? $5000 മറ്റോ US വാങ്ങിക്കൊണ്ട് വന്നതാ. ആണോ? എന്നിട്ട് എവിടെ? നീ എന്താ അത് ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞേ? എനിക്കതെടുത്ത് ഉപയോഗിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. വിലയോർത്തിട്ടൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഗിരി എനിക്കെന്ന സമ്മാനല്ലേ, അത് ആ ജീവനാന്തം സൂക്ഷിച്ചു വെച്ചാലോ എന്നൊരു തോന്നൽ. സുമി, നീ ഈ പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ കരുതിയതുപോലൊന്നും അല്ല കാര്യങ്ങള്. ഗിരിയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്നും വളരെ വലുത് തന്നെയാ. പക്ഷെ അത് തുറന്നു പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് എന്തോ ഗിരിയെ വിലക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അവൻ അതൊന്നും പുറത്തു കാണിക്കാതെ നമ്മളെല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്കത് എന്താണെന്ന് പിടികിട്ടുന്നില്ലല്ലോ സ്നേഹ. നമുക്കൊരാളുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിലേ അത് തുറന്ന് പ്രകടിപ്പിക്കാൻ എന്താ തടസ്സം? ആരെ പേടിക്കണ്ടേ? ആരെയും പേടിച്ചിട്ടാവണമെന്നില്ല. ചിലപ്പോ മനസ്സിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവും. മുൻപ് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും ചില ദുരനുഭവങ്ങൾ കാരണം വീണ്ടും ആരെങ്കിലും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ മടിക്കുന്നതാണെങ്കിലോ? സ്നേഹ, ഗിരിക്ക് ആരുടെയെങ്കിലും അടുത്ത് ലവ് അഫെയറുകൾ ഉണ്ടായിരുന്നോ? ഏയ്, എന്റെ അക്കൗണ്ട് അറിവിൽ ഇല്ലേ ഇല്ല. അങ്ങനെയൊന്നും നീ ചിന്തിക്കേ വേണ്ട. ടോട്ടലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. മറ്റെന്തൊക്കെയോ കാര്യങ്ങളായിരിക്കാനാണ് വഴി.
കുഞ്ഞുനാള് മുതലുള്ള ഗിരിയുടെ കാര്യങ്ങള് നമുക്കൊന്ന് അന്വേഷിക്കണം. ഏറെക്കുറെ ഗിരിയുടെ എല്ലാ കാര്യങ്ങളും ആകാശിനറിയില്ലേ? അതെ, എന്നാലും ആരോടും പറയാതെ മനസ്സ് സൂക്ഷിച്ച എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഉണ്ടാവും. അതാർക്കെങ്കിലും ഗിരിയുടെ മനസ്സിൽ നിന്നും ചെകഞ്ഞു പുറത്തെടുക്കാനാവുമെങ്കിൽ അത് നിനക്ക് മാത്രമാണ് സുമി. അതുകൊണ്ട് നീ അത് കണ്ടെത്തുകയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്ത സ്നേഹം മനസ്സിൽ പൂട്ടിവെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ഗിരി തിരിച്ചറിയും. ഗിരിക്കും നിനക്കും ഇടയിലുള്ള അകലങ്ങളൊക്കെ മായും. നാളെയല്ലേ കിരൺ ജോയിൻ ചെയ്യുന്നത്? അതെ. നാളെ രാവിലെ ശ്രീകൃഷ്ണസ്വാമിക്ക് കിരണിന്റെ പേരില് ഒരു പാൽപായസം നേർന്നിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ജോലിക്ക് കയറാൻ. ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ്. അത് സുമിയുടെ ഭർത്താവിന്റെ കമ്പനിയല്ലേ? അതെ. നിങ്ങൾക്ക് കിട്ടിയ ജോലിക്ക് പിന്നില് സുമിതയാണോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അല്ല, അപ്ലൈ ചെയ്യാതെ ഓഫർ ലെറ്റർ വന്നുകൊണ്ട് ചോദിച്ചാ. നീ എന്താ പറഞ്ഞു വരുന്നത്? സുമിത അറിഞ്ഞോണ്ടാണോ അവളുടെ ഭർത്താവിന്റെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന്? ദേ, അനാവശ്യം പറയരുത്. പഴയ കാമുകയല്ലേ? ഇനിയിപ്പോ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചോന്ന് ആർക്കറിയാം? അത് ചെയ്യാനും മടിയില്ലാത്തവനാ നിങ്ങള്. ഞാൻ ആരുടെയും കാല് പിടിക്കാനോ അപേക്ഷിക്കാനോ ഒന്നും പോയിട്ടില്ല. ഇതെനിക്ക് ആ കമ്പനിയുടെ മാനേജർ വിളിച്ചു തന്ന ജോലിയാ. ആര്? സുമിയുടെ ഭർത്താവ് ഗിരിധർ നമ്പ്യാരോ? സത്യത്തിൽ ഇത് സുമിതയുടെ ഭർത്താവ് നേരിട്ട് നടത്തുന്ന കമ്പനിയല്ല. അയാളുടെ അനിയനും അമ്മാവനോട് നടത്തുന്ന മറ്റൊരു വിങ്ങ കൺസ്ട്രക്ഷൻ കമ്പനി. എനിക്കിവിടെ ജോലി കിട്ടിയ കാര്യം സുമി അറിഞ്ഞിട്ട് പോലും കാണില്ല. അല്ലേ തന്നെ എന്നെ കണ്ടാ കടിച്ചു കയറാൻ നടക്കുന്നവള് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അവളോട് കാണിച്ച ചതി വെച്ച് നോക്കുമ്പോ ഇതല്ല, ഇതിന്റെ അപ്പുറം പെരുമാറേണ്ടതാ. ഗിരിധർ നമ്പ്യാറിന്റെ കമ്പനിയില് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് സുമിത അറിഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് കലിയ അവക്ക് നിങ്ങളോട്. സൂക്ഷിച്ചോ. നീയായിട്ട് ഇത് അവളെ അറിയിച്ച് സ്വന്തം ഭർത്താവിന്റെ പണി കളയാതിരുന്നാൽ മാത്രം മതി. എന്തോ പറയാനുള്ളത് പോലെ? കൊറേ നേരം പുസ്തകം വായിച്ചപ്പോ ബോറടിച്ചു. ഉറക്കാണെങ്കിൽ വരുന്നുമില്ല. എന്നാ പിന്നെ ഇത്തിരി നേരം കൊച്ചു വർത്താനം പറഞ്ഞിരുന്നാലോ? അതെ, എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് പോവോ പ്ലീസ്? എന്റെ ഗിരി, ഈ ജീവിതം എന്ന് പറയുന്ന ഒരു കാർ റേസ് ആക്കല്ലേ. അതൊരു സ്ലോ ഡ്രൈവ് ആയിട്ട് എൻജോയ് ചെയ്യുന്നതല്ലേ നല്ലത്. ഈ ഫിലോസഫിയാണോ കൊച്ചു വർത്തമാനം എന്നതുകൊണ്ട് ഭവതി ഉദ്ദേശിച്ചത്? അല്ല, ഗിരി പണ്ടേ എങ്ങനെയാ? എങ്ങനെ? ഇത്ര മിടുക്കനായിരുന്നോന്ന്? ഓ, മിടുക്കനായിരുന്നു എന്ന് ചോദിച്ചാ ആയിരുന്നു. ഈ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ. പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതിന്റെ കാര്യമൊക്കെ ആരാ ചോദിച്ചത്? ആളുകളെ പരിഹസിക്കാനേ പണ്ടേ ഇത്ര മിടുക്കനാണെന്നോ ചോദിച്ചത്. പോട്ടെ, സ്കൂളിൽ പഠിച്ച സമയത്ത് പഠിപ്പിച്ചായിരുന്നോ അതോ ഒഴിപ്പിച്ചായിരുന്നോ? അത് പറ. തരക്കേടില്ലാതെ പഠിക്കുമായിരുന്നു. അതും അച്ഛനെ പേടിച്ച്.
ആ അച്ഛനെ മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ. അതെന്താ? അമ്മ ആള് സോഫ്റ്റ് ആയിരുന്നോ? തല്ലിയും വഴക്ക് പറയും ഒന്നും ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിലും അതങ്ങനെ തന്നെയാ. ആൺകുട്ടികൾക്കേ അമ്മമാരുടെ അടുത്താ കൂടുതൽ അറ്റാച്ച്മെന്റ്. എന്റെ കാര്യത്തിലേ എനിക്ക് എന്റെ അച്ഛനാ ജീവൻ. അല്ല, അച്ഛനായിരുന്നോ അതോ അമ്മയായിരുന്നോ ഗിരിയുടെ പഠിത്ത കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നേ? അച്ഛൻ. ആ, ഗിരിക്ക് ചെറുപ്പത്തിൽ ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛനെയോ അതോ അമ്മയോ? എന്താ നിന്റെ പ്രശ്നം? ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കിപ്പോ എന്ത് വേണം? അയ്യോ, ഞാനൊരു കൗതുകത്തിന് ചോദിച്ചതാ. അച്ഛനെ കുറിച്ച് ഗിരി വാദോരാതെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മയെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല. അതുകൊണ്ട് അറിയാനൊരു ആകാംക്ഷ. ആവശ്യമില്ലാത്ത ആകാംക്ഷകളൊന്നും വേണ്ട. എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഏടുകളുണ്ട്. അതൊന്നും വെറുതെ എന്നെ ഓർമ്മിപ്പിക്കരുത്. സംശയിച്ചതൊക്കെ അപ്പൊ വളരെ ശരിയായിരുന്നു. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോ തന്നെ ഗിരി ഇത്രയും അസ്വസ്ഥനാവണമെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ വലിയ കാരണങ്ങളുണ്ട്. അതെങ്ങനെയും കണ്ടെത്തിയേ മതിയാവും. ഹലോ മാഡം. കൺഗ്രാചുലേഷൻസ് നന്ദിത. അന്ന് ഓഡിഷൻ ചെയ്ത ആഡ് ഫിലിം ഇല്ലേ, അതിലേക്ക് തനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്. റിയലി? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം. അറിയപ്പെടുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പേരിൽ നിന്നാ ഇപ്പൊ തനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. താങ്ക് യു മാഡം. ഈശ്വരന്റെ പ്രാർത്ഥന കേട്ടു. എത്രയും പെട്ടെന്ന് നമുക്ക് ഷൂട്ടിങ്ങിലേക്ക് നീങ്ങണം എന്നാണ് ക്ലയന്റിന്റെ ആവശ്യം. ഞാൻ എപ്പോഴും റെഡിയാ മാഡം. ഏത് ദിവസം വരണ്ടേന്ന് മാഡം വിളിച്ചു പറഞ്ഞാൽ മതി. അതിനു മുമ്പ് തന്റെ റെമ്യൂണറേഷൻ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണ്ടേ? നമുക്ക് ചില എഗ്രിമെന്റുകൾ സൈൻ ചെയ്യണം. അങ്ങനെ കുറെ കടമ്പകളുണ്ട്. എന്താണെങ്കിലും മാഡം പറഞ്ഞാൽ മതി. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവും. ഓക്കെ, ഐ വിൽ കീപ് യു പോസ്റ്റഡ്. ഓക്കെ മാഡം. ഓക്കെ, ബൈ. എന്താ നന്ദു? എനിക്ക് ഒരു ഉഗ്രൻ ചാൻസ് കിട്ടി. എനിക്കൊരു ആഡ് ഫിലിമിൽ മോഡലാവാൻ അവസരം കിട്ടിയച്ചാ. ആഹാ, നന്നായി മോളെ. ഒരുപാട് നാളത്തെ നിന്റെ പരിശ്രമത്തിനൊടുവിൽ ഫലം കണ്ടല്ലോ. എന്തിന്റെ പരസ്യ നന്ദു? ഒരു ജ്വല്ലറിയുടെ. ആഹാ, കൊള്ളാലോ. ഏത് ജ്വല്ലറിയാ മോളെ? നമുക്കറിയാവുന്ന വല്ല കടയാണോ? ഏയ്, വലിയ നാഷണൽ ലെവൽ എക്സ്പോഷറിൽ ഏത് ജ്വല്ലറിയാ? അങ്ങനെ പറഞ്ഞ്. അച്ഛാ, ഒരുപാട് പേര് ഓഡിഷൻ നടത്തിയിട്ടാ എനിക്ക് സെലക്ഷൻ കിട്ടിയ. ഏതോ തുക്കട ജ്വല്ലറിയുടെ മോഡലാവാൻ പോകുന്നതിന് ഈ ബിൽഡപ്പ്. ഷെറിൻ പറഞ്ഞ ആഡ് ഫിലിമിൽ എന്റെ മുഖം ഒന്ന് വരട്ടെ, അതോടെ തീർന്നോളും ഇവളുടെ അഹങ്കാരം. എന്തായാലും സിനിമയെക്കാളും നല്ലത് പരസ്യം തന്നെയാ. കാശ് കൂടുതലും കിട്ടും. ആ പിന്നെ കാശിന്റെ കാര്യത്തില് നീ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിക്കരുത് മോളെ. നീ ഇവള് പറയുന്നതും കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ഈ രംഗത്ത് നീ ഒരു തുടക്കക്കാരിയാ. വെറുതെ അനാവശ്യ വാശിയും നിർബന്ധ ബുദ്ധിയൊക്കെ കാണിച്ച് കിട്ടിയ അവസരം കളഞ്ഞു കുളിക്കരുത്. ഇല്ല അച്ഛാ, എനിക്കിതിനു മുൻപ് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യൂ. എന്തായാലും ഞാൻ ഈ വിവരമൊന്ന് ശേഷി വിളിച്ചു പറയട്ടെ. ആ വേണം. നിനക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് അറിഞ്ഞാൽ സുമിക്ക് അത് ഒരുപാട് സന്തോഷവും. പറഞ്ഞെന്തു? ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താടി?
ഈ ആഡ് റിലീസ് ചെയ്യുന്നതോടെ നിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും പോകുമ്പോളെ. എന്റെ ഒരുപാട് വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ ഫലമാണ് ചേച്ചി. ഏതെങ്കിലും ഒന്ന് സക്സസ് ആയാൽ മതിയായിരുന്നു. എല്ലാം നന്നായി വരും. പ്രാർത്ഥിക്കണോട്ടോ നീ. പിന്നെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. ശരി ചേച്ചി. അയ്യേ വെക്കരുത്. അതെ, ഒരു കാര്യം പറയാനുണ്ട്. അല്ല, എപ്പോഴും നിനക്ക് ചെലവ്? എപ്പോ വേണമെങ്കിലും. ഞാൻ വെറുതെ പറഞ്ഞടി. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞത് റിലീസ് ആയതിനു ശേഷം മതി ചെലവ്. പക്ഷേ ഈ സന്തോഷമൊക്കെ ആഘോഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കലക്കി. ചേച്ചി വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോയിട്ട് അടിച്ചു പൊളിക്കാം. ശരിടി, ബൈ. ഓക്കെ ചേച്ചി. സുമി നിൽക്കേ. ഇന്നത്തെ ദിവസം സുമിയെ കാണാൻ പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നെൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് സുമിയെ ഒന്ന് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ നീ കൺമുന്നിൽ വരികയും ചെയ്തു. എനിക്കിങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ... അതെ, നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് പണ്ട്. അതിന്റെ ഓർമ്മകൾ കൂടെ ഞാൻ മണ്ണിട്ട് മൂടിയിട്ട് വർഷങ്ങൾ കുറയായി. നീ എനിക്കിപ്പോ ആരുമല്ല. അങ്ങനെ തന്നെ പാടേ മറന്നു കളയാൻ നിനക്ക് പറ്റുമോ സുമി? ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ പഞ്ചാര വർത്തമാനമായിട്ട് എന്നെ പിന്നാലെ നടക്കരുത്. ഇനിയും ഇങ്ങനെ തുടർന്നാ ഞാൻ ഐശ്വര്യന്റെ അടുത്ത് എല്ലാം തുറന്നു പറയും. നീ പറയുന്ന കേട്ടതൊന്നും അവക്കൊന്നും അറിയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും അത്ര സുഖത്തിലൊന്നുമല്ല. എനിക്കൊന്നും അറിയണ്ട. ഇനി മേനിൽ എന്റെ അടുത്ത് സംസാരിക്കാൻ വരരുത്. എന്റെ കൺവെടുത്തൂടെ വന്നു പോയേക്കരുത്. സുമി, അങ്ങനെ അങ്ങ് മിടുക്കിയായിട്ട് പോകാൻ വരട്ടെ. ഞാൻ ഇനിയും നിന്നെ കാണും, സംസാരിക്കും. എത്രയൊക്കെ ഒഴിഞ്ഞു വരാൻ ശ്രമിച്ചാലും നമുക്ക് ഇനിയും പലയിടത്ത് വെച്ച് കാണേണ്ടി വരും. ഓർത്തോ? നീ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നാലല്ലേ നിനക്കെന്നോട് സംസാരിക്കാനും ശല്യം ചെയ്യാനും ഒക്കെ അവസരം കിട്ടത്തുള്ളൂ. അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. കിരൺ തിരിച്ചു വന്നോ? എന്തെങ്കിലും എടുക്കാൻ മറന്നു കാണും. സുമി, നീ കേറുവാ. എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പോന്നു. പലപ്പോഴും അച്ഛനെയും അമ്മേനെയും കാണാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് നിന്നെ ഒന്ന് കയറി കണ്ടാലും ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ അത് ചെയ്യാത്തത് അറിയാം. ഇന്ന് കിരൺ ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടാണ് നീ വന്നതെന്നും എനിക്കറിയാം. കിരണിനെ നീ താഴെ വെച്ച് കണ്ടു അല്ലേ? അതുകൊണ്ടല്ലേ കിട്ടിയ അവസരം പാഴാക്കാതെ ഞാനിങ്ങ് കയറി പോകുന്നത്. ഇരിക്കെ, ഞാൻ നിനക്ക് കാപ്പി എടുക്കാം. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ അമ്മയുടെ വക ഒരു കാപ്പി എന്തായാലും ഞാൻ കുടിച്ചേ പറ്റൂ. കിരൺ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയല്ലേ? നീ കിരണിനോട് സംസാരിച്ചായിരുന്നോ? ഫോർമലായിട്ട് എന്തൊക്കെയോ ചോദിച്ചു. അതൊക്കെ പോട്ടെ, എങ്ങനെ പോകുന്നു നിന്റെ ജീവിതം? ദിവസം ചെല്ലുന്തോറും എനിക്കും കിരണിനും ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. കിരണിനോട് എനിക്ക് വേറെ പരാതിയൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവൻ തയ്യാറാവുന്നില്ല സുമി. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സോറി, ഞാൻ നിന്നെ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല.